നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു സംഗതി അത് സ്വസ്ഥമായിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു വിഷമമോ സങ്കടമോ ദുഃഖമോ പ്രയാസമോ നൊമ്പരങ്ങളോ ഒന്നും ഇല്ലാതെ എപ്പോഴും സ്വസ്ഥമായിരിക്കാനായിട്ടാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷേങ്കിൽ അവൻ്റെ ആഗ്രഹത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് എല്ലാ ദിവസങ്ങളിലെയും സംഗതികൾ കടന്നു വരുന്നത്, അല്ലേ? ജീവിതത്തിൽ സ്വസ്ഥതയോടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നതിൻ്റെ അന്നാണ് ഏറ്റവും വലിയ അസ്വസ്ഥതകൾ ജീവിതത്തെ ഭരിക്കുന്നത്. എന്നാണോ ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കണമെന്ന് കരുതുന്നോ അന്നാണ് ജീവിതത്തിൽ ഏറ്റവും അധികം ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. എന്നാണോ ആശങ്കകളില്ലാതെ ജീവിക്കണമെന്ന് വിചാരിക്കുന്നോ അന്നാണ് ഏറ്റവും കൂടുതൽ ആശങ്കകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ജീവിതത്തിൽ അസ്വസ്ഥമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഏറെക്കുറെ ദിവസങ്ങളിലും നമ്മൾ അനുഭവിക്കാറുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ദിവസം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക, എന്നാൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് അടുത്ത ദിവസങ്ങൾ, അടുത്ത മാസങ്ങൾ, അടുത്ത വർഷങ്ങൾ ഇങ്ങനെ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്, അല്ലേ? ജീവിതത്തിൽ ഇങ്ങനെ കയറി വരുന്ന ഈ അസ്വസ്ഥതകൾക്ക്, നൊമ്പരങ്ങൾക്ക് എന്നേക്കും മനുഷ്യനൊരു ശാശ്വത പരിഹാരം കിട്ടാനായിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു ശാശ്വത പരിഹാരം കിട്ടണമെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ സ്വർഗത്തിലെത്തേണ്ടതായിട്ടുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ നമ്മളെ എല്ലാ ദിവസവും ഭരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം നമുക്കൊരു പ്രകാശനം നൽകി തരികയാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വസ്തുതയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്. പുറപ്പാട് 33:14. അവിടെ പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇസ്രായേലിയുടെ മരുഭൂ യാത്ര അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ആ യാത്രയുടെ ആരംഭ വർഷങ്ങളിലാണ് ദൈവം ഈ വാചകം മോശയോട് പറയുന്നത്. അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ വന്നു കയറിയിരിക്കുകയാണ്. ആ പ്രശ്നം ഇങ്ങനെയാണ്: വലിയ അത്ഭുതങ്ങളെയൊക്കെ കാണിച്ച് ഇസ്രായേലിയരെ ആ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നെങ്കിലും ഇങ്ങോട്ട് കയറി വന്ന ആ സമയം മുതൽ അവർ പിറുപിറുക്കാൻ തുടങ്ങി, ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങി, ദൈവത്തിന് നേരെ പാപം ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ ദൈവത്തിന് തന്നെ ഭയങ്കര സങ്കടം തോന്നി, ദൈവത്തിന് തന്നെ ഭയങ്കര ദേഷ്യം തോന്നിയിട്ട് ദൈവം അവരെ കളഞ്ഞിട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ ഈ ജനത്തോടു കൂടെ വരത്തില്ല, മേഘസ്തംഭത്തെ പിൻവലിക്കത്തില്ല, അഗ്നിസ്തംഭത്തെ പിൻവലിക്കത്തില്ല, ആവശ്യമുള്ളതെല്ലാം മരുഭൂമിയിൽ തന്നുകൊള്ളാം, പക്ഷെ ഞാൻ കൂടെ കാണത്തില്ല എന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്: നിന്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ പിന്നെ നീ ഞങ്ങളെ അയക്കരുത്, ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവത്തോട് പാപം ചെയ്തതിൻ്റെ പേരിൽ ദൈവത്തിന് ആ ജനത്തോട് ഭയങ്കര നീരസം തോന്നി. അവരെ കളഞ്ഞിട്ട് പോകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇനി അവരുടെ കൂടെ നടന്നിട്ട് കഥയില്ലെന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. അന്നേരം മോശ കാല് പിടിച്ച് ദൈവത്തോട് പറയുകയാണ്, നീ ഞങ്ങളുടെ കൂടെ പോന്നേ പറ്റത്തുള്ളൂ, നീ ഇല്ലാതെ കാര്യങ്ങൾ നടക്കത്തില്ല, നീ ഇല്ലാതെ ഞങ്ങൾക്ക് സ്വസ്ഥമായിരിക്കാനായിട്ട് കഴിയത്തില്ല. മോശയുടെ ഈ കണ്ണുനീരും വിലാപവും കരച്ചിലുമൊക്കെ കണ്ടിട്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ഒരു കാര്യം കൂടി, അവൻ ചോദിക്കാത്ത ഒരു കാര്യം കൂടി ചേർത്ത് കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എത്ര പേർക്ക് ഈ ദൈവവചനം കേൾക്കുമ്പോൾ അതിലൊരു സന്തോഷം തോന്നുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ പോരാൻ മാത്രമാണ് മോശ ആവശ്യപ്പെടുന്നത്. പക്ഷേ അവൻ ചോദിക്കാത്ത മറ്റൊരു കാര്യം കൂടി കർത്താവ് കൊടുക്കുന്നു: ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ അസ്വസ്ഥതകൾ നമ്മളെ പിന്തുടരുമായിരിക്കാം. പക്ഷെ കർത്താവ് ഇന്ന് രാവിലെ നമ്മളോട് ഹൃദയത്തോട് വളരെ ആഴത്തിൽ പറയുന്നു, ദൈവം നമുക്ക് സ്വസ്ഥത നൽകും. നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണമായി തീരുന്ന ഒരുപാട് സംഗതികളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലച്ചിലുകളാണ്. പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൻ്റെ വലച്ചിലുകളാണ്. മുന്നോട്ടുള്ള യാത്രകൾ എങ്ങനെയാണ്? ഓരോ ദിവസവും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ കയറി വരാറുണ്ട്. നമ്മൾ ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത ഒരുപാട് സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. വന്നു കയറുന്ന എല്ലാ വലച്ചിലുകളുടെ നടുവിലും ദൈവം നമ്മളോട് ഇന്ന് രാവിലെ പറയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും കുഞ്ഞെ. ജീവിതത്തിൽ ഒരുപാട് വലഞ്ഞു പോകുന്നവരാണോ നിങ്ങൾ? ദിശയറിയാതെ, എവിടോട്ട് പോകണമെന്നറിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോ ദിവസവും എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവരാണോ നിങ്ങൾ? എല്ലാ ദിവസവും രാവിലെ കുറച്ച് ഫയലും സർട്ടിഫിക്കറ്റും പിടിച്ചുകൊണ്ട് അതിലെയും ഇതിലെയും നടക്കുന്നവരാണോ? സ്വസ്ഥതയില്ലാത്തവരാണോ? കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. നിൻ്റെ ഈ വലച്ചിലുകൾ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഡെയിലി വാഹനമെടുത്ത് ഇങ്ങനെ പോകുന്ന, ബസ് കയറി പോകുന്ന ഈ യാത്രകൾക്ക് ദൈവം ഒരു സ്വസ്ഥത നൽകി തരും. ധാരാളം ടെൻഷനുകളുള്ളവരാണ് നമ്മൾ. മക്കളെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്കര ആശങ്കകളുള്ളവരാണ്. ഒരുപാട് വിചാരങ്ങളുള്ളവരാണ് നമ്മൾ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്
ഒരുപാട് വാടക വീടുകൾ മാറി മാറി താമസിക്കുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഞാനും അത്തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിശ്ചയമായിട്ട് നമ്മുടെ ഈ വിചാരങ്ങളെ ദൈവം പരിഹരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമുക്ക് സ്വസ്ഥത നൽകുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. എങ്ങോട്ട് അലഞ്ഞും തിരിഞ്ഞുമൊക്കെ നടക്കുന്നവർ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇങ്ങനെ വിചാരം പിടിച്ച് നടക്കുന്നവർ, ഉത്കണ്ഠപ്പെട്ടിരിക്കുന്നവർ, സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ആത്മാവിൻ്റെ ധൈര്യത്തിൽ, വചനത്തിൻ്റെ പ്രകാശനത്തിൽ, ദൈവം നൽകിയ വെളിപ്പാടിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിങ്ങൾക്ക് സ്വസ്ഥത നൽകി തരുന്ന ദൈവമാണ്. ഇന്നുള്ള നിങ്ങളുടെ ഈ ആശങ്കകൾ, വിചാരങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം ദൈവം മാറ്റി നിങ്ങളെ ദൈവം ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. നോഹയുടെ പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക നിലവാരത്തിൽ ഒരു പേരും പെരുമയും ദൈവം നൽകുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളെ സ്വസ്ഥമായി ഇരുത്തുന്ന ഒരു ദിവസമുണ്ട്. ആ ഭയങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകൾക്ക് കാരണമായി തീർത്തിയിരിക്കുന്ന ആ ഭയങ്ങളിൽ നിന്ന്, നിരാശകളിൽ നിന്ന്, ആശങ്കകളിൽ നിന്ന് ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. ഇസ്രായേലിയരുടെ 40 കൊല്ലത്തെ അവരുടെ മരുഭൂ പ്രയാണം കഴിഞ്ഞ് അവിടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് പ്രവേശിച്ചപ്പോൾ യോശുവയുടെ പുസ്തകത്തിൽ തിരുവെഴുത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി. യോശുവ എന്ന പദത്തിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണ്. അവിടെ യഹോവ രക്ഷിക്കുന്നു എന്നത് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി നൽകിയത്. ആ തിരുവെഴുത്ത് പറയുമ്പോൾ തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: യോശുവ എന്ന പദത്തിൻ്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നാണെങ്കിൽ ആ രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. എല്ലാ ഭയങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. എല്ലാ വലച്ചിലുകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. എല്ലാ ഭയങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന കർത്താവ് നമുക്ക് സ്വസ്ഥത നൽകി തരും. ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വസ്ഥതയിലേക്ക് കയറിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു നല്ല ദിവസം മുന്നിൽ വരാനായിട്ട് പോവുകയാണ്. ആ പ്രതീക്ഷ കൈവിടരുത്. ദൈവം നമ്മുടെ പെട്ടകത്തെ ഉറപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ആ തോണിയും തീരത്തോട് അടുക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ ഈ ആശങ്കകൾ മാറി നമ്മൾ നല്ല സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളുണ്ടാകും. നിത്യസ്വസ്ഥതയെക്കുറിച്ച് മാത്രമല്ല ബൈബിൾ നമുക്ക് പ്രത്യാശ നൽകുന്നത്. അങ്ങനെ ഒരു നിത്യസ്വസ്ഥത നമുക്കുണ്ട്. നമുക്ക് വേണ്ടിയിട്ടൊരു ശബത്തനുഭവം ശേഷിക്കുന്നുണ്ട്. ആ സ്വസ്ഥത മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ വലഞ്ഞു പോയതിന്, ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് കണ്ണുനീരൊഴുക്കിയതിന്, ഭയപ്പെട്ടതിന്, ആശങ്കപ്പെട്ടതിന് തത്തുല്യമായ ഒരു സ്വസ്ഥത നൽകുന്ന ഒരു ദൈവം ഇന്ന് രാവിലെ നമ്മുടെ സമീപത്തുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യോശുവ ജനത്തിന് സ്വസ്ഥത വരുത്തിയതുപോലെ രക്ഷിക്കുന്നവൻ നമുക്ക് സ്വസ്ഥത നൽകി തരും. ഈ വചനം ദൈവം നമുക്ക് ആശ്വാസമാക്കി നൽകി തരുമാറാകട്ടെ. ആ സ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ.